Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 48. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. കൊറ്റങ്കാവിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രഭാതമായിരുന്നു അത്. സമയം കൃത്യം 5:45. മൂടൽമഞ്ഞ് വീണ് കിടക്കുന്ന കവലയിലെ പാർട്ടി ഓഫീസിന് മുൻപിലേക്ക് വിശ്വന്റെ കാർ വന്നു നിൽക്കുമ്പോൾ അവിടെ ഒരു ജനസാഗരം തന്നെ രൂപപ്പെട്ടിരുന്നു. പ്രഭാതത്തിന്റെ നിശബ്ദതയെ ഭേദിച്ചും കൊണ്ട് ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു വലിയ ആൾക്കൂട്ടം. കാറിന്റെ ഡോർ തുറന്ന് വിശ്വനും പിന്നാലെ രശ്മികയും കിച്ചുവിനെ തോളിലെടുത്തുകൊണ്ട് ഭാരതി ചേച്ചിയും കൂടെ ശാരദാമ്മയും പുറത്തേക്കിറങ്ങി. അവർക്കൊപ്പം ദേവനും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി. രശ്മികയെ വിശ്വന്റെ ഒപ്പം കണ്ട ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ചെറിയൊരു ആരവമുയർന്നു. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ASI വർഗീസും സംഘവും പാടുപെടുന്നുണ്ടായിരുന്നു. തിരക്കിനിടയിൽ വിയർത്തു കുളിച്ചുകൊണ്ട് വർഗീസും കൂട്ടരും ജനങ്ങളെ ലാത്തിക്കൊണ്ട് തടഞ്ഞു നിർത്തി. വിശ്വന്റെ കൂടെ രശ്മിയെ കണ്ട് വർഗീസിന്റെ നെറ്റി ചുളിഞ്ഞു. അയാൾ സംശയത്തിന്റെ മുന നിറഞ്ഞ കണ്ണുകളോടെ CPO ജോസഫിനെ നോക്കിയെങ്കിലും ആ നോട്ടം കാണാത്ത വിധത്തിൽ അയാൾ ആളുകളെ ഒതുക്കി നിർത്തുകയായിരുന്നു. ആൾക്കൂട്ടത്തിന്റെ മുൻനിരയിൽ തന്നെ വിശ്വന്റെ പാർട്ടിയിൽപ്പെട്ട വിശ്വസ്തരായ ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര സുധീഷിന്റെയും പ്രദീപിന്റെയും നേതൃത്വത്തിൽ കോട്ട പോലെ കാവൽ നിന്നു. ഫ്ലാഷുകൾ മിന്നിച്ചും കൊണ്ട് മാധ്യമപ്രവർത്തകർ മൈക്കുകളും ക്യാമറകളുമായി തിക്കിത്തിരക്കി. രശ്മികയെ കണ്ട മാധ്യമപ്രവർത്തകർ അവർക്ക് അരികിലേക്ക് എത്താൻ ശ്രമിച്ചെങ്കിലും പോലീസുകാർ അവരെയും തടുത്തു നിർത്തി. അല്പം മാറി തിരക്കിൽ നിന്നും ഒഴിഞ്ഞ് ഒരു വശത്തായി പാർക്ക് ചെയ്തിരുന്ന ക്രിസ്റ്റിയുടെ കാറിൽ ചാരി നിന്ന് എല്ലാം നോക്കുകയായിരുന്നു ക്രിസ്റ്റിയും സെബാസ്റ്റ്യൻ സാറും. അവർക്ക് തൊട്ടടുത്തായി ജാഫ്രിക്കയും ആമീനാത്തയും നിൽപ്പുണ്ട്. വിശ്വനെയും ദേവനെയും കണ്ടതോടെ ക്രിസ്റ്റിയുടെ കാറിന്റെ വാതിൽ തുറന്നു. ഉള്ളിൽ നിന്നും ജാസ്മിനും ഗൗരിയും പിന്നെ അവളും പുറത്തേക്കിറങ്ങി. വൈശാഖി. അതോടെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും അത്ഭുതത്തിന്റെ ഒരു വലിയ തിരയിളക്കം തന്നെ ഉണ്ടായി. മരിച്ചെന്നോ നാട് വിട്ടെന്നോ കരുതിയിരുന്ന വൈശാഖിയെ അവിടെ കണ്ട ഞെട്ടൽ നാട്ടുകാരുടെ മുഖങ്ങളിൽ പ്രകടമായിരുന്നു. അത് വൈശാഖിയല്ലേ എന്ന ചോദ്യം ഒരു കാട്ടുതീ പോലെ ആളുകൾക്കിടയിൽ പരന്നു. രശ്മികയെ വിശ്വന്റെ ഒപ്പം കണ്ടതിനും സെബാസ്റ്റ്യൻ സാറിന്റെ വീട്ടിലെ കാറിൽ നിന്നും വൈശാഖി ഇറങ്ങി വരുന്നത് കണ്ടതിലും പിന്നിലുള്ള സത്യം എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിൽ ജനം തിരക്കുണ്ടാക്കി. പെട്ടെന്നാണ് ആ ബഹളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് പോലീസ് വാഹനങ്ങളുടെ സൈറണുകളുടെ ശബ്ദം മുഴങ്ങിയത്. ആൾക്കൂട്ടം പരിഭ്രാന്തിയോടെ ഇരുവശത്തേക്കും മാറി. ചുവപ്പും നീലയും കലർന്ന ലൈറ്റുകൾ മിന്നിച്ചും കൊണ്ട് പോലീസ് ജീപ്പുകൾ ചീറിപ്പാഞ്ഞു വന്ന് വിശ്വന്റെ കാറിന് മുന്നിലായി ബ്രേക്കിട്ടു. മുന്നിലെ കാറിൽ നിന്നും ഗൗരവം നിറഞ്ഞ മുഖത്തോടെ SP വെങ്കടേഷ് പുറത്തേക്കിറങ്ങി. തൊട്ടു പിന്നാലെ DYSP രഞ്ജനും സെൻട്രൽ സ്റ്റേഷനിലെ ഒരു വലിയ പോലീസ് സംഘവും. അന്തരീക്ഷം പെട്ടെന്ന് നിശബ്ദമായി. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ എല്ലാവരും ശ്വാസമടക്കി നിന്നു. SP വെങ്കടേഷ് തന്റെ കയ്യിലുണ്ടായിരുന്ന തവിട്ട് നിറമുള്ള ഒരു വലിയ ഓഫീസ് കവർ മുറുക്കെ പിടിച്ചു. ചുറ്റും നിൽക്കുന്ന ക്യാമറകളെയും ജനങ്ങളെയും ഒന്ന് കണ്ണോടിച്ചതിന് ശേഷം ഉറച്ച കാൽവെപ്പുകളോടെ അദ്ദേഹം വിശ്വന് നേരെ നടന്നു ചെന്നു. വിശ്വൻ ഒരു കൂസലുമില്ലാതെ നെഞ്ചും വിരിച്ചു തന്നെ SP നേരിടാൻ തയ്യാറായി നിന്നു. അടുത്തേക്കെത്തുന്ന SP വെങ്കടേഷിനെ കണ്ടിട്ടും വിശ്വന്റെ മുഖത്തെ ആത്മവിശ്വാസം നിറഞ്ഞ ചിരിക്ക് മങ്ങലേറ്റില്ല. എന്നാൽ SP-ക്കൊപ്പം നടന്നു വരുന്ന DYSP രഞ്ജന്റെ മുഖം അങ്ങനെയല്ലായിരുന്നു. അയാളുടെ നെറ്റിയിൽ സംശയത്തിന്റെ ചുളിവുകൾ വീണിരിക്കുന്നു. അയാളുടെ കണ്ണുകൾ വിശ്വന്റെ തൊട്ടുപിന്നിൽ ഭയലേശമന്യേ നിൽക്കുന്ന രശ്മികയിലായിരുന്നു. ആ പഴയ റിസോർട്ട് കെട്ടിടത്തിൽ നിന്നും വിശ്വനും കൂട്ടരും രശ്മികയെ രക്ഷപ്പെടുത്തിയ വിവരം വിശ്വന്റെ വിശ്വസ്തനായ സർക്കിൾ ഇൻസ്പെക്ടർ പ്രതാപൻ DYSP രഞ്ജനെ അറിയിച്ചിരുന്നില്ല. രശ്മികയെ വിശ്വന്റെ കൂടെ കണ്ടതോടെ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ ഊഹിച്ചെടുത്ത ബുദ്ധിമാനായ രഞ്ജൻ ഇനി എങ്ങനെ വിശ്വന്റെ പക്ഷത്തേക്ക് ചാടും എന്നുള്ള ചിന്തയിലായിരുന്നു. ദേവൻ മുന്നോട്ട് വന്ന് തന്റെ സീനിയർ ഓഫീസറെ സല്യൂട്ട് ചെയ്തു. അതൊന്നും ഗവനിക്കാതെ SP വെങ്കടേഷ് കയ്യിലിരുന്ന വാറന്റ് അടങ്ങിയ കവറ് വിശ്വന് നേരെ നീട്ടി. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അപ്പോൾ അധികാരത്തിന്റെ കാർക്കശ്യമുണ്ടായിരുന്നു. സർ, സ്ത്രീനിലയത്തിലെ മരിച്ചുപോയ സജീവന്റെ ഭാര്യയായ രശ്മിക സജീവൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ താങ്കൾ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിനുള്ള വാറന്റാണിത്. SP പറഞ്ഞു നിർത്തിയതും തൊട്ടടുത്ത് നിന്ന DYSP രഞ്ജൻ ഇടയ്ക്ക് കയറി SP-യുടെ ചെവിട്ടിൽ ശബ്ദം താഴ്ത്തി പറഞ്ഞു, സാറേ, വിശ്വൻ സാറിന്റെ അടുത്താ നിൽക്കുന്നതാ സാറിപ്പോ പറഞ്ഞ രശ്മിക. അത് കേട്ടതും SP വെങ്കടേഷിന്റെ മുഖത്ത് അവിശ്വസനീയതയുടെ നിഴൽ വീണു.
അയാൾ സംശയത്തോടെ രഞ്ജനെ ഒന്ന് നോക്കി, പിന്നീട് രശ്മികയെയും. പക്ഷേ രശ്മിക എങ്ങനെ എപ്പോൾ വിശ്വന്റെ കൂടെ എത്തി എന്നത് രഞ്ജനും അജ്ഞാതമായ കാര്യമായതിനാൽ അയാൾ മൗനം പാലിച്ചു. സർ. വിശ്വന്റെ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ട് SP തിരിഞ്ഞു നോക്കി. സാർ ഇപ്പോൾ പറഞ്ഞ പരാതിക്കാരിയായ രശ്മികയാ ഈ നിൽക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അവർ തന്നെ സാറിനോട് പറയും. അനുവാദം കൊടുക്കും മട്ടിൽ വിശ്വൻ രശ്മികയെ നോക്കി തലയാട്ടിയതോടെ രശ്മിക ധൈര്യത്തോടെ SP മുന്നിലേക്ക് കയറി നിന്നു. SP വെങ്കടേഷ് അവളെ ഉറ്റുനോക്കി. പറയൂ മാഡം, എന്താണ് മാഡത്തിന് പറയാനുള്ളത്? രശ്മിക വായ തുറക്കാൻ തുടങ്ങിയതും ചുറ്റും കൂടി നിന്ന ജനങ്ങൾക്കിടയിൽ തിക്കും തിരക്കും വർദ്ധിച്ചു. സത്യം കേൾക്കാനുള്ള ആകാംക്ഷയിൽ ജനം പോലീസിന്റെ വലയം ഭേദിക്കാൻ ശ്രമിച്ചതായിരുന്നു. മാധ്യമപ്രവർത്തകരും മൈക്കുകൾ നീട്ടിപ്പിടിച്ച് മുന്നോട്ടേക്ക് ആഞ്ഞു. വർഗീസും സംഘവും പണിപ്പെട്ടാണ് അവരെ തടഞ്ഞു നിർത്തിയത്. സർ, വിശ്വൻ സർ നിരപരാധിയാണ്. രശ്മികയുടെ ആ വാക്കുകൾ കേട്ടതും ജനസാഗരത്തിൽ നിന്നും അത്ഭുതത്തിന്റെ ഒരു വലിയ മുറുമുറുപ്പുയർന്നു. SP വെങ്കടേഷ് കാര്യം മനസ്സിലാവാതെ പകച്ചു നിന്നു. കാറ്റ് വിശ്വന് അനുകൂലമായി വീശുകയാണെന്ന് മനസ്സിലാക്കിയ DYSP രഞ്ജൻ താൻ വിശ്വന്റെ കൂടെയാണെന്ന് വരുത്തി തീർക്കാൻ കിട്ടിയ അവസരം മുതലെടുത്തു. പിന്നെ എന്തിനാണ് മാഡം വിശ്വൻ സാറിനെതിരെ പരാതി നൽകിയത്? ആരെങ്കിലും മാഡത്തിനെ ഭീഷണിപ്പെടുത്തി ജയിച്ചതാണോ? ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് തുറന്നു പറയൂ. എങ്കിലേ വിശ്വൻ സാർ നിരപരാധിയാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റൂ. രഞ്ജന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ രശ്മിക തുടങ്ങിയതും വിശ്വൻ കൈ ഉയർത്തി അവളെ തടഞ്ഞു. വേണ്ട. അവൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് രശ്മിക തലയാട്ടിയപ്പോ വിശ്വൻ SP നേരെ തിരിഞ്ഞു. സർ, എല്ലാ സത്യങ്ങളും ജനങ്ങളും കൂടെ അറിയണം. അസത്യം നിറഞ്ഞൊരു പരാതി കാരണം ഞാനിപ്പോ മന്ത്രിസ്ഥാനം രാജിവെച്ച് നിൽക്കുകയാണ്. ആ കള്ളപ്പരാതി നൽകാൻ ശ്രീമതി രശ്മികയെ ആരാണ് നിർബന്ധിച്ചതെന്ന് അവർ തന്നെ നേരിട്ട് പറയും. പക്ഷെ ഇവിടെ വെച്ചല്ല, മുകളിലെ പാർട്ടി ഓഫീസിൽ 6 മണിക്കൊരു പത്രസമ്മേളനം ഏർപ്പാടാക്കിയിട്ടുണ്ട്. സാറും ദയവായി അതിന് സാക്ഷിയാകണം. എന്ത് വേണമെന്നറിയാതെ SP വെങ്കടേഷ് ഒന്ന് ആലോചിച്ചു നിന്നു. രഞ്ജൻ SP വിശ്വന്റെയും കൂട്ടരുടെയും മുന്നിൽ നിന്നും അല്പം മാറ്റി നിർത്തി. സർ, ഇവരിപ്പോ പറഞ്ഞതുപോലെ അതൊരു കള്ളപ്പരാതിയാണെങ്കിൽ നാളെയോ മറ്റന്നാളോ വിശ്വൻ സാറ് തന്നെ തിരികെ ആഭ്യന്തരമന്ത്രിയാകും. നമ്മൾ വെറുതെ വേണ്ടാത്ത പൊല്ലാപ്പിന് നിൽക്കണ്ട. സാർ അങ്ങ് സമ്മതിച്ചേക്ക്. രഞ്ജന്റെ പ്രായോഗിക ബുദ്ധി ബോധിച്ചതുപോലെ തലകുലുക്കിക്കൊണ്ട് SP തിരികെ വിശ്വന്റെ അടുത്തേക്ക് എത്തി. ശരി സർ, അങ്ങനെയാണെങ്കിൽ പ്രസ് കോൺഫറൻസ് നടക്കട്ടെ. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. അതിനുശേഷം ആവശ്യമില്ലെങ്കിൽ പരാതി പിൻവലിക്കുന്നതായിട്ട് ഒരു കത്ത് എഴുത്തന്നാൽ മതിയാകും. SP വാക്കുകൾ കേട്ടതും സുധീഷിന്റെ നേതൃത്വത്തിൽ കൂടി നിന്ന പാർട്ടി പ്രവർത്തകർ ആവേശത്തോടെ വിശ്വന് അനുകൂലമായി മുദ്രാവാക്യങ്ങൾ മുഴക്കി. മുഴങ്ങട്ടെ, കടൽ രണ്ടായി പിളരട്ടെ, വിശ്വനാഥൻ ജയിക്കട്ടെ, സദാ വിശ്വനാഥൻ കീ ജയ്. ജയ് വിളികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി. സർ, SP ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. ഇതെല്ലാം ജയിക്കുന്നത് ആ സദാനന്ദനാ. SP പിന്നിലേക്ക് മാറിയ തക്കത്തിനായിരുന്നു രഞ്ജന്റെ ഭാവാഭിനയം. മനസ്സിലായി. എല്ലാം മനസ്സിലായതുപോലെ വിശ്വൻ തലകുലുക്കി ചിരിച്ചു. അതോടെ താൻ സ്വന്തം ആളാണെന്ന മട്ടിൽ DYSP രഞ്ജൻ വിശ്വന്റെ മുന്നിലേക്ക് കയറി കാവൽ നിൽപ്പായി. ആ ബഹളത്തിനിടയിലാണ് ഗൗരിയും വൈശാഖിയും സെബാസ്റ്റ്യൻ സാറിനൊപ്പം പോലീസുകാർക്കിടയിലൂടെ ദേവന്റെ അടുത്തേക്ക് എത്തിയത്. തലേദിവസം രാത്രി നടന്ന ഭീകരമായ സംഘട്ടനത്തെക്കുറിച്ച് ക്രിസ്റ്റി പറഞ്ഞറിഞ്ഞ ഗൗരിയുടെ ഉള്ളിൽ തീയായിരുന്നു. അവൾ ആരും ശ്രദ്ധിക്കാതെ ദേവന്റെ തൊട്ടടുത്തേക്ക് നീങ്ങി നിന്നു. അവളുടെ കണ്ണുകൾ ദേവന്റെ ശരീരമാസകലം പരത്തുകയായിരുന്നു. അവന് എന്തെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ എന്നതായിരുന്നു അവളുടെ ആ നോട്ടത്തിന്റെ അർത്ഥം. അവളുടെ ആദ്യം മനസ്സിലാക്കിയ ദേവൻ ചുറ്റുമുള്ള ബഹളങ്ങൾക്കിടയിൽ ആരും കേൾക്കാതെ അവളുടെ ചെവിയിൽ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, പേടിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല ഗച്ചു. അത് കേട്ടതും ഗൗരിയുടെ മുഖത്ത് ആശ്വാസത്തിന്റെ ഒരു ചിരി വിരിഞ്ഞെങ്കിലും തലേ ദിവസം പറയാതെ പോയതിന്റെ കുറുമ്പ് അവൾ അവന്റെ കയ്യിൽ പിച്ചു തീർത്തു. കൂടി നിന്നിരുന്ന മാധ്യമ പ്രവർത്തകരെ പോലീസുകാർ ഇടപെട്ട് മുകളിലെ പാർട്ടി ഓഫീസിലേക്ക് കയറ്റിയിരുത്തതിനു ശേഷം വിശ്വനും കൂട്ടരും മുകളിലേക്ക് കയറുവാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് വിശ്വന് അനുകൂലമായി മുഴങ്ങിക്കൊണ്ടിരുന്ന മുദ്രാവാക്യങ്ങളെ കീറി മുറിച്ചും കൊണ്ട് എതിർവശത്തു നിന്നും വിശ്വനെതിരെ ഉച്ചത്തിലുള്ള മുദ്രാവാക്യങ്ങൾ കേട്ടു തുടങ്ങിയത്. വിശ്വനാഥനെ അറസ്റ്റ് ചെയ്യുക, വിശ്വനാഥൻ ഗോ ബാക്ക്. എല്ലാവരുടെയും ശ്രദ്ധ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു. കവലയുടെ കിഴക്ക് ഭാഗത്തു നിന്നും പഴയ പാർട്ടി സെക്രട്ടറി സദാനന്ദന്റെ നേതൃത്വത്തിൽ ഒരു പറ്റം ആളുകൾ കരിങ്കൊടിയും മുദ്രാവാക്യങ്ങളുമായി പ്രകടനം നടത്തി വരുന്ന കാഴ്ചയായിരുന്നു അവർ കണ്ടത്. സദാനന്ദന്റെ മുഖത്ത്
പകയുടെയും വിദ്വേഷത്തിന്റെയും കനലുകൾ എരിഞ്ഞു നിന്നിരുന്നു. വിജയത്തിന്റെ പടിവാതിൽക്കൽ വീണ്ടും ഒരു കരിനിഴൽ വീഴുന്നത് പോലെ ആ കാഴ്ച കണ്ട് വിഷ്ണുനും ദേവനും ജാഗ്രതയോടെ നിന്നു. പോലീസുകാർ പ്രതിഷേധക്കാരെ തടയുവാനായി വലയം തീർത്തുകൊണ്ട് മുന്നോട്ടു നീങ്ങി. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക്